പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വിടുതൽ നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനന്തകാരുണ്യത്തിന് ഉറവിടമായ കർത്താവേ, രോഗികൾക്ക് വൈദ്യനായി, ബന്ധിതർക്ക് മോചകനായും, ദരിദ്രർക്ക് സത്വാർത്തയായും കടന്നുവന്ന അങ്ങേ തിരുഹിതം പൂർണ്ണമായിട്ടും നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. അങ്ങയുടെ അരികിലേക്ക് കൊണ്ടുവന്ന വിതരനായ മകനെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങയുടെ കരങ്ങൾ അവൻ്റെ ചെവിയിൽ ഇടുന്നു. അങ്ങയുടെ വിരലുകൾ കൊണ്ട് സ്പർശിക്കുന്നു. സ്വർഗത്തിലേക്ക് നോക്കി അങ്ങ് പ്രാർത്ഥിക്കുന്നു. എഫാത്തെ എന്ന് പറയുന്നതുകൊണ്ട് അവൻ്റെ അധരങ്ങളെ തുറക്കും. കർത്താവെ, നിൻ്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയാൻ ഞങ്ങൾ ഓരോരുത്തരും നിൻ്റെ കരുണയാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തും. നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയാൻ ഞങ്ങൾ ഓരോരുത്തരും അടഞ്ഞുപോയ ഞങ്ങളുടെ വാതിലുകളെ തുറക്കുവാൻ, അധരങ്ങളെ തുറക്കുവാൻ, കാതുകളെ തുറക്കുവാൻ, കണ്ണു തുറന്ന് കാണുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് വിളിക്കുന്നതിനെ ഓർത്തും വന്നിട്ട് നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയാൻ ഞങ്ങൾ ഓരോരുത്തരും ഈ ബദിരനെപ്പോലെ പലവിധത്തിലുള്ള ബന്ധനങ്ങളിൽ കഴിയുകയാണ്. നിൻ്റെ സ്പർശനം ഞങ്ങൾക്ക് ആവശ്യമാണെന്നറിയുന്നു. ഞങ്ങളുടെ നാവുകളുടെ കെട്ടഴിക്കുവാൻ, ഞങ്ങളുടെ ചെവികളുടെ കെട്ടഴിക്കുവാൻ, ജീവിതത്തിൻ്റെ കെട്ടഴിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളെ സ്പർശിക്കണമേ. നിൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുന്ന വചനം ഞങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾ തുറക്കപ്പെടട്ടെ. ഞങ്ങളുടെ അടഞ്ഞുപോയ ജീവിത പന്താവുകൾ തുറക്കപ്പെടട്ടെ. ദൈവകൃപയാൽ നിറഞ്ഞ് അങ്ങേ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോ ആരാധന.